റഷ്യയിൽ നിന്ന് നിങ്ങൾ എണ്ണ വാങ്ങണ്ട, ആവശ്യത്തിൽ കൂടുതൽ എണ്ണ ഞങ്ങൾ അമേരിക്കക്കാരുടെ കയ്യിലുണ്ട്, റഷ്യയുമായിട്ടുള്ള ബന്ധം അങ്ങ് അവസാനിപ്പിച്ചോ, എണ്ണ എത്ര വേണമെങ്കിലും ഞങ്ങൾ തരാം. അമേരിക്ക വെറുതെ ഇരിക്കുന്നില്ല. ഈ അമേരിക്കയുടെ കയ്യിൽ എണ്ണ ഉണ്ട് എന്നുള്ളത് വാസ്തവം തന്നെയാണ്. പക്ഷേ അത് അവരുടെ സ്വന്തമാണോ എന്ന് ചോദിച്ചാൽ അല്ല. അമേരിക്കയിലും എണ്ണ ഉൽപ്പാദനം നടക്കുന്നുണ്ട്. പക്ഷേ മറ്റ് രാജ്യങ്ങൾക്ക് വിൽക്കാനും മാത്രമുള്ള എണ്ണ ഉൽപ്പാദനം അമേരിക്കയിൽ ഇല്ല എന്നുള്ളത് തന്നെയാണ് വാസ്തവം. പിന്നെ എവിടെ നിന്ന് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അമേരിക്ക പല മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിൽ, അതായത് ഗൾഫാണല്ലോ ഈ എണ്ണപ്പാടങ്ങൾ മുഴുവനും ഉള്ളത്. ഇപ്പോൾ ഇറാഖ് ഇപ്പോൾ അമേരിക്കയുടെ കസ്റ്റഡിയിലാണ്. കാരണം അവിടെ സദാം ഹുസൈനെ ആട്ടി ഓടിച്ച് സദാം ഹുസൈനെ തൂക്കിക്കൊന്ന് ഇറാഖ് ഇപ്പോൾ അമേരിക്കയുടെ കക്ഷത്തിലിരിക്കുകയാണ്. ഇറാനിൽ പോയി ആക്രമിച്ചതിൻ്റെ ഉദ്ദേശം ഇതൊക്കെ തന്നെയാണ്, അവിടെയുള്ള എണ്ണ നിക്ഷേപം ചോർത്തിയെടുക്കുക. പല മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളും ഇപ്പോൾ അമേരിക്കയുടെ ആജ്ഞാനുവർത്തികളാണ്. അപ്പോൾ അവിടെയൊക്കെ വലിയ തോതിലുള്ള എണ്ണ നിക്ഷേപമുണ്ട്. അതെല്ലാം അമേരിക്കയിലോട്ട് കൊണ്ടുവന്ന് അമേരിക്കയിൽ അത് പ്രോസസ്സ് ചെയ്ത് മറ്റ് പെട്രോളിയം ഉൽപ്പന്നങ്ങളാക്കി യൂറോപ്യൻ രാജ്യങ്ങൾക്കടക്കം വേണമെങ്കിൽ ഇന്ത്യക്കും വിൽക്കാനായിട്ട് അമേരിക്ക തയ്യാറാണ്. ഇപ്പോൾ റഷ്യയിൽ നിന്ന് നമ്മൾ ക്രൂഡ് ഓയിൽ കൊണ്ടുവന്ന് ഇവിടെ സംസ്കരിച്ച് നമ്മൾ യൂറോപ്യൻ രാജ്യങ്ങൾക്ക് മറിച്ച് വിൽക്കുന്നുണ്ടല്ലോ. സമാന പരിപാടി അമേരിക്കയും ചെയ്യുന്നുണ്ടെന്നാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അത്തരത്തിൽ ഉള്ള ക്രൂഡ് ഓയിൽ അവരുടെ കയ്യിൽ, അല്ലെങ്കിൽ ക്രൂഡ് ഓയിൽ അല്ലെങ്കിൽ പെട്രോളിയം ഉൽപ്പന്നങ്ങൾ അമേരിക്കയുടെ കയ്യിൽ ആവശ്യത്തിലധികം ഉണ്ട്. അത് ഇന്ത്യയിലേക്ക് തരാം.